പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളുടെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ്. അതിൽ ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കെവിൻ ഓവൻസ്, ഗ്രേസൺ വോളർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരുടെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കാണാൻ സാധിച്ചു. അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. മത്സരത്തിൽ ഗ്രേസൺ വോളറിൻ്റെയും ഓസ്റ്റിൻ തിയറിയുടെയും തമ്മിലുള്ള ഒരു അടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അടി അവർക്ക് തമ്മിൽ ഉണ്ടായില്ല. ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ പോലും വലിയൊരു അടിയിലേക്ക് അത് എത്തിയില്ല. എന്നാലും കെവിൻ ഓവൻസിന് മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചു. മത്സരശേഷം ഓസ്റ്റിൻ തിയറിയും ഗ്രേസൺ വോളറും കെവിൻ ഓവൻസിനെ ആക്രമിക്കുന്നുണ്ട്. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ അടുത്ത സ്മാക്ഡൗണിലേക്ക് ഇവർ തന്നെ ഒരു ടാഗ് ടീം മത്സരം നിക് ഓൾഡിസിനോട് ചോദിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. കെവിൻ ഓവൻസിന് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാഗ് ടീം മത്സരമാണ് ഗ്രേസൺ വോളർ, ഓസ്റ്റിൻ തിയറി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെവിൻ ഓവൻസിൻ്റെ ആ ഒരു മിസ്റ്ററി ടാഗ് ടീം പാർട്ണറെ അടുത്ത സ്മാക്ഡൗണിലായിരിക്കും മിക്കവാറും ആ സർപ്രൈസ് വെളിപ്പെടുത്താൻ പോകുന്നത്. അത് ആരായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന മറ്റൊരു മത്സരം ആൻഡ്രാഡെ വേഴ്സസ് കാർമെലോ ഹെയ്സ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. ഇവരുടെ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള 5ാമത്തെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ LA നൈറ്റിൻ്റെ പ്രൊമോ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് കാർമെലോ ഹെയ്സും ആൻഡ്രാഡയും വരുന്നുണ്ട്. അവിടെ നിന്നൊരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം വരുന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ചെറിയൊരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. LA നൈറ്റ് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, അടുത്ത സ്മാക്ഡൗണിൽ നടക്കാൻ പോകുന്ന ആൻഡ്രാഡെ വേഴ്സസ് കാർമെലോ ഹെയ്സ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം വിജയിക്കുന്ന റെസ്ലറിന് മിക്കവാറും LA നൈറ്റിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കും. മിക്കവാറും കാർമെലോ ഹെയ്സ് വിജയിക്കാൻ തന്നെയാണ് സാധ്യത. കാർമെലോ ഹെയ്സ് എന്നിട്ട് LA നൈറ്റിനെ നേരിടും. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ 3 പേര് തമ്മിലുള്ള ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം ഏതെങ്കിലും ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വെച്ച് US ടൈറ്റിലിന് വേണ്ടി നടക്കാനും സാധ്യതകൾ ഏറെയാണ്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരം സ്റ്റീൽ കേജ് മത്സരമാണ്. അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സ് സോളോ സിക്കോവ എന്ന ട്രൈബൽ ചീഫിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന സ്റ്റീൽ കേജ് മത്സരവും കൺഫേം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു ജിയോവാനി വിഞ്ചി എന്ന റെസ്ലറുടെ ഒരു മത്സരം. ഇമ്പീരിയം എന്ന ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം റോ ബ്രാൻഡിൽ നിന്ന് സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് കൂടുമാറിയ ജിയോവാനി വിഞ്ചി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറേയധികം വീഡിയോ പാക്കേജുകളൊക്കെ പുറത്തേക്ക് വിട്ട് അങ്ങനെ വലിയ ഹൈപ്പ് സൃഷ്ടിച്ചിട്ടാണ് ഈ ഒരു റിട്ടേൺ നടത്തി മത്സരത്തിന് വേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളി അപ്പോളോ ക്രൂസ് ആയിരിക്കും എന്നുള്ളതും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. മത്സരം തുടങ്ങുന്നതിന് മുൻപ് റെഫറി പറയുന്നുണ്ട് ആ ഒരു ഡ്രസ്സ് ഊരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ റെഫറി പെട്ടെന്ന് ആ റിംഗ് ബെൽ ചെയ്യാൻ പറയുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അപ്പോളോ ക്രൂസ് പെട്ടെന്ന് തന്നെ ജിയോവാനി വിഞ്ചിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് ജിയോവാനി വിഞ്ചിയെ പരാജയപ്പെടുന്നു. ഈ ഒരു മൊമെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ ഒരു സ്മാക്ഡൗണിൻ്റെ മറ്റൊരു പ്രത്യേകത ഫോക്സ് നെറ്റ്വർക്കിന് കീഴിലുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ ആണെന്നുള്ളതാണ്. അപ്പോൾ 5 വർഷങ്ങൾക്ക് അപ്പുറം ആദ്യത്തെ ഫോക്സ് നെറ്റ്വർക്കിന് കീഴിലുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ WWE ചാമ്പ്യനായ കോഫി കിങ്സ്റ്റനെ ബ്രോക്ക് ലെസ്നർ വിത്തിൻ 6 സെക്കൻഡ്സ് കൊണ്ടാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിനെ ട്രോളിക്കൊണ്ടുള്ള ഒരു മൊമെൻറ്റ് ഇന്ന് സൃഷ്ടിച്ചോ എന്നുള്ളൊരു ചെറിയൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ആദ്യ എപ്പിസോഡിലും ഇപ്പോൾ അവസാനത്തെ എപ്പിസോഡിലും ഫോക്സ് നെറ്റ്വർക്കിൽ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു 10 സെക്കൻഡുള്ളിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം അവർ കാണിക്കണമെന്നുണ്ടെങ്കിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ആ ഒരു മൊമെൻറ്റിനെ ട്രോളിക്കൊണ്ട് തന്നെയാണ് WWE അത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം റസൽ വോഡ്സ് ഒരു റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിട്ടു. റസൽ വോഡ്സ് പറയുന്നത് ജിയോവാനി വിഞ്ചിയെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഈ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ തന്നെ 2 വലിയ എതിരഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതായത് സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ടെന്ന് പറയുന്നു. സപ്പോർട്ട് ചെയ്യാത്തവരാണ് കൂടുതലും എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ജിയോവാനി വിഞ്ചിക്ക് ഇത്രയും ഹൈപ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ പരാജയപ്പെടുത്തിയത് അത്രയും ഹൈപ്പ് സൃഷ്ടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു വിവാദമായി മാറിയിട്ടുണ്ട്. ജിയോവാനി വിഞ്ചി പറയുന്നത് ആരെങ്കിലും ഇതുപോലെ മുൻപ് പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിന് അപ്പോളോ ക്രൂസിനെതിരെ തിരിച്ചടിക്കുമെന്നുള്ളതും ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വീഡിയോയിൽ ജിയോവാനി വിഞ്ചി പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, ബ്രോക്ക് ലെസ്നർ അന്ന് കോഫിയെ പരാജയപ്പെടുത്തി പുതിയ ചാമ്പ്യനായ ആ ഒരു മൊമെൻറ്റിനെ ട്രോളിക്കൊണ്ടുള്ള ഒരു മൊമെൻറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അവർ
റീക്രിയേറ്റ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് ബെയ്ലി, ടിഫനി സ്ട്രാറ്റൻ, നയ ജാക്സ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ WWE കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വുമൻസ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയെ സംബന്ധിച്ചാണ്. കിടിലനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ടിഫനിയുടെ സഹായത്തോടു കൂടി നയ ജാക്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു കഴിഞ്ഞ സ്മാക്ഡൗണിൽ. എന്നാൽ ഈ ഒരു സ്മാക്ഡൗണിൽ ടിഫനിയെ സഹായിക്കാൻ വേണ്ടി നയ ജാക്സ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു അവസരത്തിൽ ബെയ്ലിക്കാണ് വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ടിഫനിയെ നയ ജാക്സ് സഹായിക്കുന്നില്ല, ചതിക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പിന്നെ നയ ജാക്സിനെതിരെ ടിഫനി ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലും സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ട് കിടിലനായിട്ടാണ് ഇവർ ഈ ഒരു സ്റ്റോറി ഇതുവരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ടിഫനി സ്ട്രാറ്റൻ ക്യാഷിൻ നയ ജാക്സിനെതിരെ തന്നെ ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാവിധ ഒരു പോയിൻറ്റ്സും അവർ ഈ ഒരു സ്റ്റോറിയിൽ എല്ലാ എപ്പിസോഡിലും പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ടിഫനി എന്ന് പറയുന്ന റെസ്ലറിനെ ഒരു ഫ്യൂച്ചർ WWE ടോപ്പ് സ്റ്റാർ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് താരത്തിന് ഇത്രയും വലിയൊരു പുഷ് കിട്ടുന്നത്. ഈ സ്റ്റോറിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.